വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയെന്ന് കേന്ദ്ര സർക്കാർ 2219 കോടി രൂപയുടെ പാക്കേജ് അന്തർമന്ത്രാലയ സമിതി പരിശോധിക്കുകയാണ്. കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കേരളത്തിലെ എംപിമാർ ഇന്ന് അമിത്ഷായെ കണ്ട് നിവേദനം നൽകിയിരുന്നു. രാജ്യസഭയിൽ നിന്നും ലോക്സഭയിൽ നിന്നുമുള്ള 23 എംപിമാരുടെ സംഘം ആണ് അമിത്ഷായെ കണ്ടത്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇന്ന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിൽ ഇങ്ങനെയൊരു ആവശ്യവും ഉന്നയിച്ചിരുന്നു. അനുകൂലമായ ഒരു നിലപാടുണ്ടാകുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ന് പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, L3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യമായിരുന്നു കേന്ദ്ര സർക്കാരിനോട് നേരത്തെ കേരളം വ്യക്തമാക്കിയത്. പക്ഷേ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അത് ഇനി അറിയിക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അന്തർമന്ത്രാലയ സമിതി. ഇതുമായി ബന്ധപ്പെട്ട് 2219 കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നുള്ള കാര്യം എംപിമാരെ അമിത്ഷാ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. അത് പക്ഷേ L3 വിഭാഗം എന്നുള്ള കാര്യത്തെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഏതായാലും നാളെ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എംപിമാർക്ക് നൽകാം, പ്രിയങ്ക ഗാന്ധിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് നൽകാമെന്നാണ് അമിത്ഷായുമായി നിന്ന് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമിത്ഷാ വ്യക്തമാക്കിയെന്നാണ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കേന്ദ്രത്തിൽ നിന്ന് 23 അംഗ എംപിമാരുടെ സംഘമാണ് അമിത്ഷായെ കണ്ടത്. അതിൽ 2221 കോടിയുടെ അടിയന്തര പാക്കേജ് അനുവദിക്കണം. കാരണം 4 മാസം പിന്നിട്ടിട്ടുണ്ട് ഈ ഒരു ദുരന്തം. അതിൽ ഏറെ പേർ ദുരന്ത ജീവിതം ഇപ്പോഴും നയിക്കുകയാണ്. അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള ധനസഹായം ആശ്വാസകരമല്ല. കേന്ദ്രത്തിന്റെ ചട്ടപ്രകാരമുള്ള ധനസഹായം ആശ്വാസകരമായിട്ടുള്ള രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകണം. L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ഈ കത്തിലൂടെ, ഈ നിവേദനത്തിലൂടെ എംപിമാർ മുന്നോട്ട് വെച്ചത്. അതിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കേരളത്തിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള KV തോമസിനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നൽകിയിരുന്നു. അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഇതിനകം നേരത്തെ തന്നെ കൃത്യമായ രീതിയിൽ പണം നൽകിയിട്ടുണ്ട്. 153 കോടി രൂപ നവംബർ മാസത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അത് പക്ഷേ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിനായും ഒപ്പം തന്നെ മറ്റ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുമായി മാത്രമാണ് ഈ ഒരു തുക അനുവദിച്ചിരിക്കുന്നതെന്നാണ് കേരളം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ 783 കോടി രൂപ നേരത്തെ ഈ സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിനായി നൽകുന്ന തുകയുമായി ബന്ധപ്പെട്ട് കൈമാറിയിട്ടുണ്ട്. അത് കേന്ദ്രത്തിന്റെ പക്കലുണ്ട്. അങ്ങനെ നിരവധി തുക നേരത്തെ ഈ സംസ്ഥാനത്തിന്റെ AG മുന്നോട്ട് നൽകിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം 3400-ലധികം കോടി രൂപ കേരളത്തിന്റെ പക്കലുണ്ട്. അത് പര്യാപ്തമാണ് ഈ ഒരു ദുരന്തത്തെ അതിജീവിക്കുക എന്നുള്ള ഒരു നിലപാടിലായിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാരെങ്കിൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന തരത്തിലാണ് നമുക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2219 കോടി രൂപ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ നടക്കുന്നു. അത് അന്തർമന്ത്രാലയത്തിന്റെ സമിതിയുടെ പക്കൽ അത് ഉണ്ട്. ഒപ്പം തന്നെ കേരളം നേരത്തെ നൽകിയിട്ടുള്ള കാര്യങ്ങൾ അത് ഓഗസ്റ്റ് 16-ാം തീയതി മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകിയത്. അന്ന് എത്ര പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്, കൂടാതെ തന്നെ എത്രത്തോളം പേർ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്, എത്ര പേർക്ക് 50% മുകളിൽ പരിക്കേറ്റിട്ടുണ്ട് തുടങ്ങിയടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. പക്ഷേ പിന്നീടുള്ള റിപ്പോർട്ടുകൾ നൽകിയിട്ടില്ല എന്ന് കൂടി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്, എത്ര തുക കേരളത്തിൽ അനുവദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. തീർച്ചയായും എന്തായാലും അങ്ങനെ പരിഗണിക്കുന്നുവെങ്കിൽ 2000 കോടി രൂപയുടെ പാക്കേജ് പരിഗണിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന പ്രതികരണം തന്നെയാണ്. They will require to rebuild their lives is around 2221 crores. 2021. But that you want the assurance that you will be given? No, the assurance is that the center will give some help, and they will define what that help is, and that there will be some plan of action for relief. Still no 50 crores they have released already. Yes, but the devastation is immense. People have not just lost one member of the family.